ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇടയ്ക്കും തലയ്ക്കുമായിട്ട് നമ്മൾ കുറച്ച് ഷോർട്സൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ഒരു ടോപ്പ് ചെയ്തതിൻ്റെ ഷോർട്സ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ സമ്മർ സീരീസിലെ ഒരു ഔട്ട്ഫിറ്റാണ്. ഇടയ്ക്കിടയ്ക്ക് മുടങ്ങി പോകുന്നുണ്ടെങ്കിലും ഞാൻ വീണ്ടും പൊടി തട്ടി എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഓഫീസ് വെയർ കുർത്തി പോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എ ലൈനാണ്, വീനക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഒക്കെ വരുന്ന മോഡലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. കോട്ടൺ മെറ്റീരിയൽ ആണ്. രണ്ട് മീറ്ററാണ് എടുത്തിട്ടുള്ളത്. എ ലൈനായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഫ്രണ്ട് പോർഷനാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഒന്ന് മുകൾ ഭാഗത്ത് ഞാൻ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചിട്ടുണ്ട്. 2 ഫോൾഡായിട്ടാണ് തുണി രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ്. ഇനി ആ ഫോൾഡിങ് ഉള്ള സൈഡിൽ നമ്മൾ ഇതുപോലെ ഒരു 3 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നത് ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പ്ലീറ്റ്സ് ഇടാനുള്ള അത്രയും ആണ് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ബാക്ക് സൈഡിലെ പീസ് കൂടി ഇട്ടിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ട് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി തെറ്റി പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. നമ്മൾ വരച്ച ഭാഗം 3 ഇഞ്ച് വരച്ച ഭാഗം ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ബാക്ക് സൈഡിലെ പീസ് ഇടുകയാണെങ്കിൽ തെറ്റില്ലാണ്ട് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ സാധാ ചെയ്യുന്ന പോലെ എല്ലാ മെഷർമെൻറ്റ്സും മാർക്ക് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ മുകൾ ഭാഗത്തൊരു ലൈൻ ഇട്ടിട്ട് അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻ ഇട്ടിട്ടുള്ളതാണ്. ഫ്രണ്ടിലും അതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്ക് പോർഷനിലാണ് കേട്ടോ. 7 ഇഞ്ച് നമ്മുടെ ഷോൾഡറും അതുപോലെ തന്നെ 7 ഇഞ്ച് താഴേക്ക് ആം ഹോളും മാർക്ക് ചെയ്തിട്ട് ആം ഹോളിൻ്റെ 7 ഇഞ്ചിൻ്റെ സെൻറ്റർ പോയിൻറ്റും കണ്ടിട്ടുണ്ട്. ഇനി അതേ പോയിന്റിൽ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ലൈനും ഹിപ്പിൻ്റെ ലൈനും താഴേക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ വേസ്റ്റ് 13.5യും ഹിപ്പ് 20ലുമാണ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ 13.5 മാർക്ക് ചെയ്തോടത്ത് വേസ്റ്റ് റൗണ്ടിൻ്റെ 4-1 മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ 4-1 മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് അവിടെയും സീം അലവൻസ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ചാണ് സീം അലവൻസ് മാർക്ക് ചെയ്ത് വരയ്ക്കുന്നത്. കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഹിപ്പ് വരെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എ ലൈൻ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു പോയിന്റിൽ നിന്ന് കോർണറിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തൊരു കേർവ് ഷേപ്പ് കൊടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഷോൾഡറിൽ നിന്ന് ഒരു 10 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 10ൽ നിന്ന് താഴേക്ക് ഒരു 6 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത സൈഡിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇനി ഈ ഒരു ലൈൻ ഇട്ടിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ കറക്റ്റുള്ള ലൈൻ. എന്നിട്ട് 2 സൈഡിലേക്കും ഒരു 1/2 ഇഞ്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ബാക്ക് സൈഡ് മാത്രം സെപ്പറേറ്റ് ഒന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്യുവാണ്. ഫ്രണ്ടിലെ പോർഷൻ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്യുന്നില്ല. ആദ്യം ബാക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ ബാക്ക് പോർഷൻ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ഒന്നും കൂടി മാർക്ക് ചെയ്യുക. ആം ഹോളിൻ്റെ അവിടേക്ക് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് നമ്മൾ മുകളിൽ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ ഒന്ന് ട്രേസ് ചെയ്തെടുത്തു. അതിനുശേഷം ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തു. ആ 3 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ഞാൻ പുറത്തേക്കായിട്ട് നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ നെക്കാണ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ 5 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ താഴേക്ക് ഒരു 3 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് പുറത്തേക്കൊരു 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്ക് വിഡ്ത്തായിട്ട് നമ്മൾ 4 ഇഞ്ച്, അതായത് 3 കഴിഞ്ഞിട്ട് പിന്നെ 4 ഇഞ്ചാണ് കേട്ടോ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ആ 4ൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തില്ലേ, അതിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു വി ഷേപ്പ് കണ്ടോ, ഈ ഒരു വി ഷേപ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് കേട്ടോ. ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ഞാൻ ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ആ ഒരു ഭാഗം കൂടിയും കട്ട് ചെയ്തെടുക്കാം. ഷേപ്പിൻ്റെ ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ബാലൻസ് ഉള്ള തുണിയിൽ നിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് 3/4 സ്ലീവ് കട്ട് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലെങ്ത്ത് നമ്മളൊരു പീസ് വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് ലെങ്ത്ത് കുറച്ച് കൂട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കട്ടിങ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് പോർഷൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ ആ വീനക്കിൻ്റെ ആ ഭാഗത്ത് പ്ലീറ്റ് വരുന്ന ആ ഒരു
ഇതാണ് കേട്ടോ നോക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ടാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പോവാം. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടതുകൊണ്ടാണ് എനിക്ക് അങ്ങ് മാറ്റേണ്ടി വന്നത്. കുറച്ച് വലിയ പ്ലീറ്റ്സ് ആയിരുന്നു, അല്ലെങ്കിൽ മറ്റോണം ചുരുക്കാണ് ഇട്ട് കൊടുത്തിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇതുപോലത്തെ പ്ലീറ്റ്സ് ഇട്ടപ്പോൾ ഇത് സെറ്റായി വന്നില്ലായിരുന്നു കേട്ടോ, വഴിയെ പറയാം. ഇനി നമുക്ക് ആ നെക്ക് കൊടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ 3 ഇഞ്ച് വീതിയിലുള്ള 2 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സ്ട്രെയിറ്റ് പീസ് തന്നെയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ആ കട്ട് ചെയ്തതിനേക്കാട്ടും ഒരു 2 ഇഞ്ച് കൂടുതലുള്ള ഒരു പീസ് എടുത്താൽ മതി. കണ്ടോ? എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊരു 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നല്ല വശമൊക്കെ തന്നെയാണ് കേട്ടോ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. നമ്മൾ പ്ലീറ്റ് ഇട്ടതിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ചൊന്ന് ഇറക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കവിടെ സൈഡിലൊന്ന് കട്ട് ചെയ്താൽ മാത്രമാണ് അതിനൊന്ന് തിരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ നിർത്തിയിട്ട് സൂചി ഇതുപോലെ താഴെ വെച്ചിട്ടൊന്ന് തിരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് തിരിച്ചൊരു സ്റ്റിച്ചും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? നമ്മൾ 3 ഇഞ്ച് വീതിയിലൊരു സ്ട്രെയിറ്റ് പീസ് അതിനാവശ്യമുള്ള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിന് ഇതുപോലെ കണ്ടോ ഇങ്ങനെ വരുന്ന രീതിയിൽ തിരിച്ചെടുക്കണം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും കൂടി ഞാൻ ഈ ഒരു പീസൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നതെന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് വയ്ക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് ബാക്കിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ സൈഡിലൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ അതൊന്ന് തിരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ 2 സൈഡൊന്ന് ചെറുതായിട്ട് കട്ട് ഇടുന്നുണ്ട് കണ്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ ഇനി തിരിച്ച് വെച്ച് വന്നപ്പോൾ നടുക്കിലൊരു ഗ്യാപ്പ്. അപ്പോഴാണ് എനിക്കിത് കൺഫ്യൂഷൻ ആയത് കേട്ടോ. കുറേ നാൾ കൂടി ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല, മൊത്തത്തിൽ ഒരു തപ്പിപ്പിടുത്തമായിരുന്നു. പിന്നെ കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ ഇതിൻ്റെ പ്ലീറ്റ്സിനൊന്നും കൂടി കുഞ്ഞാക്കാൻ തീരുമാനിച്ചു. അതായത് കുഞ്ഞു കുഞ്ഞു ഗ്യാദേഴ്സ് ഉണ്ടല്ലോ, അതുപോലെ ഒന്ന് നന്നായിട്ട് കുഞ്ഞ് പ്ലീറ്റ്സ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് സെറ്റാവുന്ന രീതിയിലേക്ക് ഞാൻ ഇതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്ലീറ്റ്സിനൊന്നും കൂടി കുഞ്ഞിതാക്കിയിട്ട് ആ ഒരു 1 ഇഞ്ചിൻ്റെ ആ ഒരു ഇതിൽ വരുന്ന രീതിയിലേക്ക് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. നമുക്കിതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മറച്ച് പിടിച്ചിട്ട് കണ്ടോ, ആദ്യത്തേത് രണ്ടിനെയും തമ്മിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് പിടിക്കുക. ഇപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ കറക്റ്റായിട്ടത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയാണ് നമ്മുടെ ആ ഒരു വീനെക്കിൻ്റെ ഭാഗത്തെ വർക്ക് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ബാക്കിലെ നെക്കിൻ്റെ ഭാഗം ചെയ്യണം. ബാക്കിൽ ഞാൻ കുറച്ചും കൂടി നെക്കൊന്ന് താഴേക്ക് ലെങ്ത്ത് ആക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തേതിനെക്കാട്ടും കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് ഒന്നും കൂടി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് നമുക്ക് വേണ്ടു. ഇപ്പോൾ ഞാൻ ആദ്യം 3.5 മാർക്ക് ചെയ്തിരുന്നു, അപ്പോൾ 3 ആക്കിയിട്ടുണ്ട്. അതുപോലെ താഴേക്കൊരു 5 ഇഞ്ചും കൂടിയും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മളിത് ജോയിൻ ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, ക്രോസ് പീസ് കട്ട് ചെയ്യാനും അത് ജോയിൻ ചെയ്തിട്ട് അതിനൊന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ നെക്കിൻ്റെ അച്ചുറ്റിനെയും വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബേസിക് ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇത് അറിയുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പീഡായിട്ട് പറയുന്നത്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബിഗിനേഴ്സ് ലെവലിൽ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ക്ലാസ് നോക്കുകയാണെങ്കിൽ, ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ക്ലാസ് കണ്ട് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം. ഇപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണ്. 2 ഷോൾഡറും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിലെ നെക്ക് ഒന്ന് ആ ഒരു ക്രോസ് പീസ് വെച്ച് നമ്മൾ ചെയ്തിരുന്നല്ലോ, അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എല്ലാ വീഡിയോസിലും എല്ലാ ക്ലാസ്സിലും നമ്മളിതിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതെന്നും
അതുപോലെ തന്നെ ബാക്കിലെ നെക്ക് പതിച്ചടിക്കുന്നതും എല്ലാം വീണ്ടും വീണ്ടും ഞാൻ പറയുമ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്ന സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് ബോറായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വീനക്കും ആ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സും അതിൻ്റെ മാർക്കിങ്ങും കാര്യങ്ങളുമാണ്. പിന്നെ ഇതിൽ 2 മീറ്റർ തുണി ആയതുകൊണ്ട് തന്നെ ഞാനിത് എക്സ്ട്രാ ഇതുപോലെ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് 2 പീസ് ജോയിൻ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ലെങ്ത്ത് കൂട്ടി കൊടുത്തിട്ടുള്ളത് സ്ലീവിന്. നമുക്ക് കറക്റ്റായിട്ട് ലെങ്ത്ത് കിട്ടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ എടുക്കാം. തുണി കുറയുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. ഞാൻ എക്സ്ട്രാ ഇതുപോലെ ഒരു പീസ് ഒരു 3-3.5 ഇഞ്ച് വീതിയിൽ ഒരു പീസ് വെച്ചിട്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ടൊരു പീസ് വെച്ച് ജോയിൻ ചെയ്തിട്ടാണ്. അപ്പോൾ അതൊരു ഡിസൈൻ പോലെ അങ്ങനെ അവിടെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെ 2 സ്ലീവിനും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവിൻ്റെ അരികുവശം ഒന്ന് മടക്കി ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്. താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാനുണ്ട്. അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഫ്രണ്ടിലെ ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ലീവും കൂടിയിട്ട് നിങ്ങളൊന്ന് ഇതുപോലെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ചില ആൾക്കാർക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറേ പേര് ചോദിക്കാറുണ്ട് നിർബന്ധമുണ്ടോ ചെയ്തില്ലെങ്കിലും അവർക്ക് കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളത് കുഴിച്ച് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കുഴിച്ച് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെയ്യരുത്. കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 2 കട്ട് ചെയ്യുക, ചെയ്യുന്നില്ലെങ്കിൽ 2 ചെയ്യാതിരിക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാനുണ്ട്. ഇപ്പോൾ സെൻറ്ററിൽ ഷോൾഡറും സ്ലീവിൻ്റെ സെൻറ്ററും കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഓപ്പോസിറ്റ് സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സ്ലീവ് നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 2 സ്ലീവും നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുത്തതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം 1 ഇഞ്ച് ആണ് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ 1 ഇഞ്ചിലാണ് അടിക്കുന്നത്. 1/2 ഇഞ്ച് ലൂസിട്ടാണ് കട്ട് ചെയ്തിരുന്നെങ്കിലും ഞാൻ 1 ഇഞ്ച് സീം അലവൻസിലാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. എനിക്ക് കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം ഡ്രസ്സ്. അല്ലാതെ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ലൂസിൽ തന്നെയാണ് അടിച്ചിട്ടുള്ളത്. പക്ഷേ കോട്ടൺ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വണ്ണമുള്ള പോലെ ഫീൽ ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഇനി 2 സൈഡും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിൽ നമ്മൾ ടക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടക്കും കൂടി ഒന്ന് ആ ഒരു മാർക്ക് ചെയ്ത ഷേപ്പിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ താഴ്ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി തയ്ച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 15-20 ദിവസം സ്റ്റിച്ച് ചെയ്യാതെ ഇരുന്നിട്ട് ഒന്നും മെഷീൻ പോലും കാണാതെ ഇരുന്നിട്ടാണ് പിന്നെ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും തപ്പിപ്പിടുത്തവും സ്റ്റിച്ച് ചെയ്യാതിരുന്നപ്പോഴത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാനത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്